ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 5th ഡേ മോർണിംഗിലാണ്. അത് ആന്റി ചീത്ത പറഞ്ഞു അത് കേട്ടിട്ട് ഞങ്ങൾ മുകളിൽ പോയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം, ഇനി എന്തെങ്കിലും വെക്കേറ്റ് ആവാനുള്ള കാരണം കണ്ടുപിടിക്കണം. കാരണം ആന്റിന്റെ ചീത്ത എന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് സംസാരിച്ച് പിടിച്ചു നിൽക്കലും നടക്കൂല. നമുക്ക് പറയാം ഹോം സിക്നെസ് ആണ്, വീട്ടിൽ നിന്ന് പോയി വരികയാണ് ഇനി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെക്കേറ്റ് ആവാന്ന് പറഞ്ഞ് നമ്മൾ കയറിയ ടൈമിൽ റെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3500 7K റെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ ആധാറിന്റെ കോപ്പി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആധാർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവരും പറഞ്ഞ് നിങ്ങളൊരു 3 ഡേയ്സിനുള്ളിൽ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3rd ഡേയിലാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ആധാർ പ്രിന്റ് ഉണ്ടായിരുന്നു, അപ്പൊ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ നമ്മളത് കൊടുത്തില്ല. അങ്ങനെ ഞങ്ങൾ താഴെ പോയി, സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ നിന്ന് ഇവക്ക് പേടിയാവുക. ഇവിടെ അങ്ങനെ നിന്ന് ഞാൻ ഇല്ലാത്ത ധൈര്യം എല്ലാം ആക്കി കണ്ട് ഞാൻ അവരുടെ മുന്നിൽ പോയി. അവരുടെ മുന്നിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഹോം സിക്നെസ് ആണ്, ഞങ്ങൾ വെക്കേറ്റ് ആവുന്നതാണ്, നിൽക്കാൻ കഴിയുന്നില്ല, വീട്ടിൽ പോകുന്നതാണെന്ന് പറഞ്ഞു. ഇതുവരെ നമ്മൾ നിന്ന ദിവസത്തെ റെന്റ് എല്ലാം കുറച്ചിട്ട് നിങ്ങൾ എമൗണ്ട് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇതങ്ങ് പറഞ്ഞതും ഇവര് ഫുൾ ചീത്ത പറഞ്ഞാൽ ഇവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് അവർക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാക്കുന്നത്, ബ്രോക്കറേജ് അങ്ങനത്തെ കുറെ പറഞ്ഞ്. പിന്നെ പറഞ്ഞ് 6 ദിവസത്തെ റെന്റ് വലിയ എമൗണ്ട് ആക്കി പറഞ്ഞ്. പിന്നെ പറഞ്ഞ് ID പ്രൂഫ് തന്നിട്ടില്ല, ശരിക്കും ഞങ്ങൾ പോലീസിനെ വിളിക്കും, ഇപ്പൊ പോലീസിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഫുൾ അങ്ങനത്തെ വർത്താനം പറഞ്ഞ്. അതായത് എന്തെന്നെ പറഞ്ഞാലും റെന്റ് തിരിച്ച് തരൂല എന്നുള്ളതന്നെ പറഞ്ഞ്. നമ്മൾ കുറച്ചൊക്കെ ആർഗ്യൂ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് നിങ്ങളെന്നെ പറഞ്ഞ ഈ റൂമിൽ ആരും നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയാനിട്ട് ഞങ്ങൾ നിൽക്കാത്തെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരതല്ലോ ഇഗ്നോർ ചെയ്തുകൊണ്ട് അവർ ഈ പോലീസിനെ വിളിക്കും. പിന്നെ അവരുടെ കുറെ ഇൻഫ്ലുവൻസ് ഞാൻ ആരാ നിങ്ങൾക്ക് അറിയില്ല, അങ്ങനത്തെ കുറെ വർത്തമാനങ്ങൾ പറഞ്ഞു. ഇത്രയും ആയപ്പോൾ നമുക്ക് ക്യാഷ് നോക്കിയിട്ട് കാര്യമില്ല, ക്യാഷ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് നമ്മൾ അടുത്ത റോക്ക് മാറിലേ വയ്യുള്ളൂ. അങ്ങനെ ഞങ്ങൾ അപ്പൊ തന്നെ വീട്ടിൽ വിളിച്ച് ഫ്രണ്ട്സിനെ വിളിച്ച് അവിടുന്ന് ഇറങ്ങി. അതായത് ഞങ്ങളിപ്പോ വന്നിട്ട് ലഗേജ് എടുക്കും, ഇന്ന് അല്ലെങ്കിൽ നാളെ വന്നിട്ട് ലഗേജ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നാളെ വെക്കേറ്റ് ആവും എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി കണ്ട് നമ്മൾ റൂം നോക്കി. കുറെ ആൾക്കാർ നമുക്ക് റൂമൊക്കെ പറഞ്ഞത് ഫ്രണ്ട്സ് റൂം അന്വേഷിച്ചിട്ട് മിംസിന്റെ മുന്നിൽ ഒരു റൂം ഉണ്ടായിരുന്നു, അത് പറഞ്ഞെന്ന് അവിടെ നോക്കി. അവിടെ മിംസിന്റെ കുട്ടികൾ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു 3 ഡേയ്സ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനാണ്, നമുക്ക് 3 ഡേയ്സ് അത്യാവശ്യമായി പോയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ഓക്കെ 3 ഡേയ്സ് നിങ്ങൾ നിന്നോടെയും പറഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം അതായത് 6th ഡേ മോർണിംഗിലാണ് നമ്മൾ അവിടെ അങ്ങോട്ട് വെക്കേറ്റ് ആവുന്നത്. അങ്ങനെ വെക്കേറ്റ് ആയി അവിടെ നമ്മളൊരു 3 ഡേയ്സ് നിന്ന് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് നല്ലൊരു ഹോസ്റ്റൽ വേറെ കിട്ടി. അങ്ങോട്ടേക്ക് മാറി 1 മന്ത് അവിടെ ആവുന്നതിന്റെ മുന്നായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു അപ്പാർട്ട്മെന്റ് കിട്ടി. അതായത് ഹയാത്ത് ഞങ്ങൾ ഒരു 1 ഇയർ നിന്നിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ്. ഈ ഇൻസിഡൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ടാവേ. ഹയാത്തിൽ ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നതാണ്. ഇതെല്ലാം മറിഞ്ഞ് പേടിയെല്ലാം പോയി ഇരിക്കുന്ന ഒരു ടൈം, ഒരു റാൻഡം ഈവനിങ് എന്ന് പറഞ്ഞിട്ടുള്ള നൈറ്റ് അയക്കുന്ന ഒരു 8 മണി. ഞാനുണ്ട്, രഹനയുണ്ട്, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ട് ലൈക്ക് സ്കൂട്ടി ഓടിച്ച് വന്ന് ആ സ്കൂട്ടി അവിടെ ഇട്ടാണ്ട് അതുമ്പോൾ തന്നെ നിന്ന് സംസാരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടക്ക് ഞങ്ങൾ ഈ കഥ പറഞ്ഞിട്ട് ഈ ഫ്രണ്ട് എങ്ങനെ പറഞ്ഞാലും ഈ ഫ്രണ്ട് ഇത് വിശ്വസിക്കൂല. അപ്പൊ നമുക്ക് വാശി കയറി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആ റൂം കാണിച്ചു തരാം, എന്നാ നീ വിശ്വസിക്കുവെച്ച്. അപ്പൊ ഈ ഫ്രണ്ട് പറയുന്നുണ്ട് സമ്മതിച്ച് തന്നാൽ മതിയില്ലേ, സമ്മതിച്ച് തന്നോളാ, കൊണ്ടുപോകുന്നു വേണ്ട, ഞാൻ സമ്മതിച്ച് തന്നോളാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അപ്പൊ വാശി എന്തായാലും ഇത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അന്ന് അവിടെ നിന്ന് വെക്കേറ്റ് ആയതിനു ശേഷം ആദ്യമായിട്ടും അവസാനമായിട്ടും ഞങ്ങൾ സ്കൂട്ടി എടുത്ത് ട്രിപ്പിൾ അടിച്ച് ആ വീട്ടിലേക്ക് ഒന്നുകൂടി പോയി. നമ്മൾ ഇതുവരെ പല വള്ളി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ദാറ്റ് വള്ളി വാസ് സംതിങ് എല്ലാത്തിന്റെ മുകളിൽ. അത് കുറച്ച് ലെങ്ത് ഉണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.